സുഹൃത്തുക്കളെ, ഇലക്ട്രിക്കലിലെ ഒരു വിലപ്പെട്ട അറിവ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് RCCB ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പായി പോകില്ലേ, അത് വീട്ടുകാരെയും ഇലക്ട്രീഷ്യന്മാരെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീണ്ടും ഓൺ ചെയ്യാൻ ശ്രമിക്കും, അത് ട്രിപ്പായി പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ കൂടുതൽ ഐസൊലേറ്റർ ഓഫ് ചെയ്തിട്ട് RCCB ഓൺ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ഓണായി നിൽക്കും, ചിലപ്പോൾ അത് ഓഫായി പോകും. സാധാരണ രീതിയിലെന്ന് പറഞ്ഞാൽ ഐസൊലേറ്റർ ഓൺ ചെയ്ത് അപ്പോഴും ട്രിപ്പായി പോകുന്നുണ്ട് ഇതുപോലെ. പക്ഷേ ഇതിന് ഞാൻ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമേ. അതാണ്ട് ഈ RCCB ഇങ്ങനെ ട്രിപ്പായി കഴിഞ്ഞാൽ അത് ഓൺ ചെയ്യാൻ വേണ്ടി വലത് വശത്ത് പിടിച്ചൊന്ന് ഉയർത്തിയാൽ മതി. ഐസൊലേറ്റർ ഉണ്ടല്ലോ, ഐസൊലേറ്ററിൻ്റെ വലത് വശത്ത് പിടിച്ച് ഉയർത്തുക. അപ്പോൾ നല്ല രീതിയിൽ അത് ഓണാവുന്നത് കാണാം, ട്രിപ്പായി പോകത്തുമില്ല കേട്ടോ. എല്ലാ സാഹചര്യത്തിലും ഇത് പറ്റത്തില്ല, പക്ഷേ 90% ഈ ഒരു ടിപ്സ് വിജയിക്കും. നമ്മൾ നേരെ നടുക്ക് പിടിച്ചിട്ടാണ് അത് ഉയർത്തുന്നതെങ്കിൽ, ഐസൊലേറ്ററിൻ്റെ ലിവർ പിടിച്ച് ഉയർത്തുന്നതെങ്കിൽ ഓണായി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഇടത് സൈഡിൽ പിടിച്ച് ഉയർത്തിയാലും ഓണായി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നിങ്ങൾ വലത് വശത്ത് നിന്ന് പിടിച്ച് ഉയർത്തി നോക്കും, അത് ഓണായി നിൽക്കും. 90% ഇത് ഞാൻ പറയുന്നത്. ബാക്കി 10% ഉള്ളത്. ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഐസൊലേറ്ററിൽ നമ്മുടെ കണക്ഷനാണ്. നമ്മളിപ്പോൾ ഐസൊലേറ്ററിൽ ഇതൊരു 3 phase ആണ്. സിംഗിൾ ഫേസിൽ നിങ്ങൾ ഇതുപോലെ തന്നെ പരീക്ഷിച്ചോളൂ. ഐസൊലേറ്ററിൻ്റെ വലത് വശത്ത് കണ്ട ന്യൂട്രൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വലതുവശത്താണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഐസൊലേറ്റർ ഇടതുവശത്തോ സെൻറ്ററിലോ പിടിച്ച് ഉയർത്തുന്ന സമയത്ത് ഈ ഐസൊലേറ്ററിൻ്റെ കാലപ്പഴക്കം കൊണ്ടൊക്കെ എല്ലാ കോൺടാക്റ്റും ഒരുപോലെ ഈ കോൺടാക്റ്റ് വരണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഫേസാണ് ആദ്യം കോൺടാക്റ്റ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ട്രിപ്പിംഗ് സംഭവിക്കും. നമ്മുടെ വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ വാല്യൂ തീരെ കുറവാണെങ്കിൽ, കംപ്ലൈൻ്റ് ഉള്ള വയറിംഗ് ഒക്കെ ആണെങ്കിൽ. ഇത് ഞാൻ പുനലൂർ ഒരു RCCB ട്രിപ്പ് പരിഹരിക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചത് തന്നെ. പലപ്പോഴും ഇത് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഈ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പായി കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ഓൺ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ കാരണം എന്തായിരിക്കും നമുക്കിങ്ങനെ ഓൺ ചെയ്യാൻ പറ്റുന്നതെന്ന് ഈ വീഡിയോ കാണുന്ന ഇലക്ട്രീഷ്യന്മാർ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് ഓരോരുത്തരുടെയും ഐഡിയ എന്താണെന്നുള്ളത് നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഇത്തരത്തിലുള്ള RCCB സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ട്രിപ്പിംഗ് എന്തുകൊണ്ടാണ്, RCCB എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ട്രിപ്പിംഗ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം, അതിനുള്ള ടിപ്സുകൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് VS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ RCCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അത് വാട്സപ്പിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നത്. നിങ്ങൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയങ്ങളിൽ പഠിക്കാം. ഓരോരുത്തർക്കും പ്രത്യേകം ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. ഓരോരുത്തർക്കും പ്രത്യേകം ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഞാനും നിങ്ങളും മാത്രമേ അറിയുന്നുള്ളൂ. ഇതിപ്പോൾ പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ സംശയങ്ങൾ ചോദിച്ച് ക്ലാസ്സിലൊക്കെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അറിയില്ലേ. നമ്മൾ ഫീൽഡിൽ മാന്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, നല്ല സ്ഥാനത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രീഷ്യന്മാരൊക്കെ ആയിരിക്കും, ഇലക്ട്രിക് സൂപ്പർവൈസർമാരായിരിക്കും, ഇലക്ട്രിക് കോൺട്രാക്ടറായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെയും കൂടെ ഒരു മനസ്സിന് ചെറിയൊരു ടെൻഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തർക്കും പ്രത്യേകം ക്ലാസ്സുകൾ കൊടുക്കുന്നത്. മലയാളത്തിൽ തന്നെയാണ്, നോട്ട്സോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇലക്ട്രിക്കലിലെ പൂലിക്കുട്ടികളാവാം. നമ്മളെപ്പോഴും ഒരു വർക്ക് ചെയ്യുന്നതിലല്ല കാര്യം, ആ ചെയ്ത വർക്കിൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ അത് പരിഹരിക്കുന്നതിലാണ് നമ്മൾ ഒരു നല്ല ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 9645540075 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ. അതുപോലെ ക്ലാസ്സിന് ചെറിയൊരു ഫീസുണ്ട്. അതിൻ്റെ ക്ലാസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ അതിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്തോളൂ. താങ്ക്